ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓതേഴ്സ് ആയ അഗത ക്രിസ്റ്റി എഴുതിയ ഷോർട്ട് സ്റ്റോറിയെ ആസ്പദമാക്കി 1957 പുറത്തിറങ്ങിയ വിറ്റ്നസ് ഫോർ ദ പ്രോസിക്യൂഷൻ എന്ന ക്ലാസിക് ത്രില്ലർ മൂവിയാണ്. ഇംഗ്ലണ്ടിലെ ഒരു പണക്കാരിയായ സ്ത്രീ പെട്ടെന്നൊരു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. കൊലയാളിയായി എല്ലാവരും ഒരുപോലെ സംശയിക്കുന്നത് ആ സ്ത്രീയുമായിട്ട് ചങ്ങാത്തമുള്ള ഒരു യുവാവിനെയാണ്. എന്നാൽ താൻ ആരെയും കൊന്നില്ല എന്ന വാദവുമായി ആ യുവാവ് മുമ്പോട്ട് വരുന്നു. അങ്ങനെ ആ കേസ് കോടതിയിലെത്തുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. അപ്പൊ ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ വിൽഫ്രിഡ് എന്ന കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. ആളൊരു അഡ്വക്കേറ്റ് ആണ്. 2 മാസം ഹാർട്ട് അറ്റാക്ക് കാരണം പുള്ളി ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പൊ ആള് ഡിസ്ചാർജ് ആയി. എന്നാൽ നേരെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ആള് നേരെ ആളുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഡോക്ടറാണെങ്കിൽ വിൽഫ്രിഡിനോട് ആവുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റ് എടുക്കണം, ഇനി സീരിയസ് ആയിട്ടുള്ള കേസുകളൊന്നും ഏറ്റെടുക്കരുതെന്ന്. എന്നാൽ വിൽഫ്രിഡ് ആളൊരു വർക്കഹോളിക് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞതൊന്നും വകവെച്ചില്ല. ആളുടെ കൂടെ ആളുടെ പ്രൈവറ്റ് നഴ്സായ പ്ലിംസളും കൂടിയുണ്ട്. പോകുന്ന വഴി പ്ലിംസൾ വാ തോരാതെ സംസാരിക്കുന്നുണ്ട്. വാ പൂട്ടത്തേയില്ല. വിൽഫ്രിഡിനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ നിന്റെ വായൊന്ന് അടക്കാമോ? ഓ, ഇതുപോലെ ഒരെണ്ണത്തിന്റെ കൂടെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരാതെ ഞാൻ അവിടെ തന്നെ കിടന്നേനെ എന്ന് വിൽഫ്രിഡ് പറയുന്നു. അന്നേരം പ്ലിംസൾ, ഞാൻ ശരിക്കും ഒരു ലോയറിനെ ആയിരുന്നു കല്യാണം കഴിക്കേണ്ടിയിരുന്നത്. ഹോസ്പിറ്റലിൽ അപ്പൻഡിക്സ് ആയിട്ട് വന്നപ്പോഴായിരുന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നേ. പിന്നീട് ഞങ്ങൾ പരിചയപ്പെട്ടു, റിലേഷനിലായി, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ അസുഖം കൂടി, അദ്ദേഹം മരിച്ചുപോയി എന്നൊക്കെ പറയുന്നു. അത് കേട്ട് അതെന്തായാലും നന്നായി, നിന്നെ കെട്ടാഞ്ഞത് അയാളുടെ ഭാഗ്യമെന്ന് ഇങ്ങേര് പറയുന്നു. അങ്ങനെ അവർ ഓഫീസിലേക്ക് എത്തുന്നു. പ്ലിംസൾ ആണെങ്കിൽ വിൽഫ്രിഡിനോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. വിൽഫ്രിഡിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് വട്ട് പിടിക്കുന്നുണ്ട്. ഇവളെ അങ്ങ് എറിഞ്ഞു ഓടിച്ചാലോ എന്നൊക്കെ പുള്ളിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വിൽഫ്രിഡ് 2 മാസത്തിന് ശേഷം ഓഫീസിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ്. അന്നേരം പ്ലിംസൾ അവിടെയുള്ള സ്റ്റാഫ്സിനോട് വിൽഫ്രിഡിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങേരുടെ കളി കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ശരിക്കും ഇങ്ങേരെ ചവിട്ടി പുറത്താക്കിയതാണ്, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല എന്നൊക്കെ പറയുന്നു. ആഞ്ജനേയ സ്വാമി എന്ന അവസ്ഥയിലായിരിക്കും വിൽഫ്രിഡ്. ഇവളുടെ വായിൽ എന്തെങ്കിലും എടുത്ത് തിരികെ കയറ്റിയാലോ എന്ന് വരെ വിൽഫ്രിഡിന് തോന്നുന്നുണ്ട്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ കുറച്ചു നേരത്തിന് ശേഷം വിൽഫ്രിഡ് അയാളുടെ ക്ലർക്കായ കാർട്ടറിനോട് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഓഫീസിലുള്ള എല്ലാവരെയും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഡോക്ടർ കുടിക്കരുതെന്നും വലിക്കരുതെന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം പ്ലിംസൾ വന്നിട്ട് വിൽഫ്രിഡിനോട് ഇതാ സമയമായി, 2:30 ഉച്ചയുറക്കത്തിന് സമയമായി, പെട്ടെന്ന് മുകളിലേക്ക് വാ, പിന്നെ ഇപ്പൊ ധരിച്ച ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടണമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ വിൽഫ്രിഡിന് ആകെ ദേഷ്യം കയറി വരുന്നുണ്ട്. മിക്കവാറും നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ അങ്ങ് കൊല്ലും, എന്നിട്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടി വാദിക്കുമെന്ന് വിൽഫ്രിഡ് പറയുന്നു. അന്നേരം പ്ലിംസൾ, നിങ്ങളുടെ കയ്യിലെ ആ കേനിങ് തന്നെ, അതിൽ നിങ്ങൾ സിഗരറ്റ് ഒളിപ്പിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് അത് അങ്ങ് വാങ്ങിക്കുന്നു. അപ്പൊ പ്ലിംസൾ വിചാരിച്ചതുപോലെ തന്നെ വിൽഫ്രിഡ് അതിൽ സിഗരറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കയ്യോടെ പിടിക്കുകയും ചെയ്തു. ഇനി വേറെ വഴിയില്ലാതെ വിൽഫ്രിഡ് പ്ലിംസളിനോട് പ്ലീസ് എനിക്ക് ഒരേ ഒരു സിഗരറ്റ് മാത്രം താ. എന്നാൽ പ്ലിംസൾ അമ്പിനോടും വില്ലിനോടും മടുക്കത്തില്ല. ഇല്ലില്ല പറ്റില്ല, മര്യാദക മുകളിലേക്ക് വാ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അങ്ങനെ വിൽഫ്രിഡ് മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ വിൽഫ്രിഡിന് മുകളിലേക്ക് പോകാൻ വേണ്ടി കാർട്ടർ സ്റ്റെയർ ലിഫ്റ്റ് ഒക്കെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിൽഫ്രിഡിന് ആ കെയിനും കുത്തി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോകേണ്ടല്ലോ, അത് ആൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നേരം സൊളിസിറ്ററായ മേഹ്യു ലേനാർഡ് എന്ന ഒരുത്തനെയും കൂട്ടിയിട്ട് അവിടെ വന്ന് കാർട്ടറിനോട് വിൽഫ്രിഡിനെ കാണാൻ പറ്റുമോ, ഞാൻ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ എനിക്കിപ്പോ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അയ്യോ ഇല്ലില്ല, അദ്ദേഹം നല്ല ബിസിയാണ്, മാത്രമല്ല അദ്ദേഹത്തിന് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കേസ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അയ്യോ അങ്ങനെ പറയരുത്, എന്ത് തന്നെ ആയാലും ശരി, അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം വന്നതേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ശരിയല്ല എന്ന് കാർട്ടർ പറയുന്നു. അന്നേരം വിൽഫ്രിഡ് അങ്ങോട്ടേക്ക് വരുന്നു. ആ സാഹചര്യത്തിൽ മേഹു ലേനാർഡിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവനിപ്പോൾ ഒരു മേർഡർ കേസിൽ പെട്ടിട്ടാണുള്ളത്, എപ്പോ വേണമെങ്കിലും പോലീസ് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു. കാര്യങ്ങൾ കേട്ടതിന് ശേഷം വിൽഫ്രിഡ് മേഹുവിനോട് എനിക്കെന്തായാലും ഈ കേസ് ഏറ്റെടുക്കാൻ പറ്റത്തില്ല, കാരണം എന്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ശരിയല്ല, ഡോക്ടർ എന്നോട് അധികം സ്ട്രെസ് എടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ വേണമെങ്കിൽ എന്നാലാവുന്ന വിധം ഈ കേസിൽ അഡ്വൈസ് തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഇവിടെ പ്ലിംസൾ ആണെങ്കിൽ അതേസമയം വിൽഫ്രിഡിനോട് ഉറങ്ങാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു. ഞാനില്ല, നീ വേണമെങ്കിൽ പോയി ഉറങ്ങിക്കോ എന്ന് വിൽഫ്രിഡും. അപ്പൊ ലേനാർഡിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ എമിലി എന്ന പണക്കാരിയായ സ്ത്രീ അവരുടെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഈ എമിലി ആയിട്ട് ലേനാർഡ് നല്ല കമ്പനിയായിരുന്നു. അപ്പൊ കൊലപാതകി ലേനാർഡ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് ലേനാർഡ് തന്നെയാണ് അത് ചെയ്തത് എന്ന രീതിയിലാണുള്ളത്. എമിലിയുടെ ജോലിക്കാരിയാണ് കൊലപാതകം ആദ്യം കണ്ടത്. അന്നേരം വിൽഫ്രിഡ് മേഹുവിനോട് നിന്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ചങ്ങായിക്ക് അതില്ലാതെ പറ്റില്ല, സിഗരറ്റ് ഉണ്ട് ബട്ട് മാച്ച് ബോക്സ് ഇല്ല എന്ന് മേഹുവും പറയുന്നു. ശേഷം മാച്ച് ബോക്സിന് വേണ്ടി പ്ലിംസൾ കാണാതെ വിൽഫ്രിഡ് ലേനാർഡിനെ വിളിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നു.
അന്നേരം ലേനാട്, ഞാനല്ല ഈ കൊലപാതകം ചെയ്തത്, ഈ കൊലപാതകം എന്റെ തലയിൽ തന്നെ ആകുമെന്ന് അറിയാവുന്നത് കൊണ്ട് എന്റെ വൈഫ് ക്രിസ്റ്റീൻ പറഞ്ഞിട്ടാണ് ഞാൻ ലോയറിനെ കാണാമെന്ന് തീരുമാനിച്ചത്. നിന്നെ തന്നെയാണ് ഈ കൊലപാതകത്തിലെ പ്രൈം സസ്പെക്ട് ആയിട്ട് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തവരെ എന്തിന് അറസ്റ്റ് ചെയ്യണമെന്ന് ഇവനും പറയുന്നു. അല്ല, ചിലപ്പോഴൊക്കെ തെറ്റ് ചെയ്യാത്തവരും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും എനിക്ക് നിന്റെ ഈ കേസ് ഏറ്റെടുക്കാനാകില്ല. പകരം ബ്രോഗൻ എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്, ആള് നല്ല വക്കീലാണ്, അവൻ നിന്റെ കേസ് ഏറ്റെടുക്കുമെന്ന് വിൽഫ്രിഡ് പറയുന്നു. ശേഷം വിൽഫ്രിഡ് ബ്രോഗനോട് ഇവിടെ വരാൻ വേണ്ടി കാർട്ടറിനോട് പറഞ്ഞേൽപ്പിക്കുന്നു. അത് കണ്ട് പ്ലിംസൾ വിൽഫ്രിഡിനോട്, ഞാൻ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് വരെ രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങളെപ്പോലെ ഡോക്ടർ എത്ര പറഞ്ഞിട്ടും ഒട്ടും പറഞ്ഞ മനസ്സിലാകാതെ അനുസരണയില്ലാത്ത ഒരു പേഷ്യന്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ എന്ന് പറയുന്നു. എന്നാൽ വിൽഫ്രിഡ് ആണെങ്കിൽ, നിന്റെ കോപ്പിലെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന ഭാവത്തിലായിരിക്കും. അപ്പൊ ഇവിടെ ലേനാർഡോ വിൽഫ്രിഡിനോട്, അല്ല, എന്റെ കയ്യിൽ വക്കീലിന് കൊടുക്കാനുള്ള പൈസയൊന്നുമില്ല, ഏകദേശം 4 മാസമായി ഞാൻ മര്യാദയ്ക്കൊന്ന് ജോലിക്ക് പോയിട്ട് എന്ന് പറയുന്നു. അല്ല, നീ എന്ത് വർക്കാ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വിൽഫ്രിഡ് ചോദിക്കുമ്പോൾ, ഞാനൊരു മെക്കാനിക് ആയിരുന്നു, പിന്നീട് അത് നിർത്തി ഒരു ടോയ് ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ കുറച്ചുനാൾ ജർമ്മനിയിൽ ആർമിയിൽ ഉണ്ടായിരുന്നു, 2ാം ലോക മഹായുദ്ധ സമയത്തൊക്കെ. തുടർന്ന് ജർമ്മനിയിൽ വെച്ച് ഞാൻ എന്റെ ഭാര്യ ക്രിസ്റ്റീനെ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഇംഗ്ലണ്ടിലേക്ക് മാറി എന്നൊക്കെ ലേനാർഡ് പറയുന്നു. ശേഷം വിൽഫ്രിഡ്, എമിലിയായിട്ട് എങ്ങനെയാ നിന്റെ പരിചയം എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവൻ എമിലിയെ പരിചയപ്പെട്ടത് പറയാൻ തുടങ്ങുന്നു. സെപ്റ്റംബർ 23-ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലൂടെ ക്രിസ്റ്റീന് എന്തേലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി എന്ത് വാങ്ങിക്കും എന്നുള്ള രീതിയിൽ ഓരോന്ന് നോക്കി നടക്കുമ്പോഴായിരുന്നു അവിടെയുള്ള ഒരു ഷോപ്പിലെ വിൻഡോയിലൂടെ എമിലി ഇവൻ കാണുന്നത്. അപ്പൊ എമിലി അവിടെ ഒരു തൊപ്പി വാങ്ങിക്കുകയായിരുന്നു. ആ തൊപ്പി ധരിച്ച് അതെങ്ങനെയുണ്ടെന്ന് കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് അത് കൊള്ളില്ല എന്ന് ലേനാർഡ് എമിലിയോട് ആംഗ്യം കാണിക്കുന്നു. അത് എമിലിയും ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് അവർ വേറൊന്ന് വാങ്ങിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ഇവനോട് ചോദിക്കുന്നു. ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് ഇവനും. അത് കേട്ട് നമ്മളുടെ ചേച്ചി അങ്ങ് ഫ്ലാറ്റ് ആകുന്നു. ഇങ്ങനെയാണ് ഇവർ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ലേനാർഡ് സിനിമ കാണാൻ തിയേറ്ററിൽ പോയ സമയത്ത് അവിടെ വെച്ചും എമിലിയെ കാണുന്നു. അങ്ങനെ അവർ സംസാരിച്ച് നല്ലോണം പരിചയപ്പെടുന്നു. അല്ല, ആ സമയം നിനക്ക് എമിലി പൈസക്കാരിയാണെന്നുള്ള കാര്യം അറിയത്തില്ലേ? ഇല്ലെന്നേ, ഞാൻ എപ്പോ നോക്കുമ്പോഴും പുള്ളിക്കാരിക്ക് എന്തൊക്കെ സങ്കടമുള്ളത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല, ഇത്ര മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. അപ്പൊ ഈ എമിലിയുടെ ഹസ്ബൻഡ് 1942-ല് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതായിരുന്നു. അതിനുശേഷം ആളുടെ വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നത് സെർവന്റായ ജാനറ്റ് മാത്രമായിരുന്നു. ഇവർ ഈ പരിചയപ്പെട്ടതിന് ശേഷം ഒരു ദിവസം എമിലി ലേനാർഡിനെ വീട്ടിലൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ അവിടെ വന്നത് ജാനറ്റിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ ജാനറ്റ് എന്തോ പന്തികേടുള്ളത് പോലെയാണ് തോന്നിയത്. അങ്ങനെ അതിനുശേഷം ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങി. അപ്പൊ എമിലി കൊല്ലപ്പെട്ട ആ രാത്രി ലേനാർഡ് എമിലിയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ച് 9 മണിക്ക് എമിലിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവന്റെ വീട്ടിലെത്തിയത് 9:30 ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കേട്ട് വിൽഫ്രിഡ്, എമിലി നിനക്ക് വല്ല പൈസയൊക്കെ തന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവർ പൈസയൊന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാ അവർ പൈസ തരുന്നേ എന്ന് ലേനാർഡ് പറയുന്നു. കാരണം അവർക്ക് നിന്നോട് പ്രേമമായിരുന്നു. അയ്യോ അല്ല, അവർ എനിക്ക് എന്റെ സ്വന്തം ആന്റിയെ പോലെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും നീ എമിലിയോട് പറഞ്ഞില്ല? ഞാൻ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അന്ന് രാത്രി നിന്റെ വീട്ടിലെത്തിയത് 9:30 തെളിയിക്കാൻ വല്ല വിറ്റ്നസ് ഉണ്ടോ എന്ന് വിൽഫ്രിഡ് ചോദിക്കുമ്പോൾ, എന്റെ വൈഫ് ക്രിസ്റ്റീൻ അറിയാമെന്ന് ലേനാർഡോ പറയുന്നു. അപ്പോഴേക്കും ബ്രോഗൻ അവിടെ എത്തുന്നു. വിൽഫ്രിഡ് ലേനാർഡിനെ ബ്രോഗനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ശേഷം ഇവനെതിരെയുള്ള തെളിവുകളെല്ലാം വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ലേനാർഡ് കൊലപാതകം ചെയ്തെന്ന് പറയുന്നതിൽ ഒരു മോട്ടീവുമില്ല. ഇൻ കേസ് ലേനാർഡിന് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ എമിലി അതിന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ ലേനാർഡ് എന്തിനു കൊല്ലണം? സോ ഇവിടെ ലേനാർഡ് കൊന്നെന്ന് പറയുന്നതിൽ ഒരു മോട്ടീവുമില്ല. ഈ കേസ് പ്രോസിക്യൂട്ടറിന്റെ കയ്യിൽ നിൽക്കില്ല എന്ന് വിൽഫ്രിഡ് പറയുന്നു. അപ്പോഴാണ് ബ്രോഗൻ ഒരു കാര്യം പറയുന്നത്. എമിലി മരിക്കുന്നതിന് മുമ്പ് അവരുടെ വിൽപ്പത്രത്തിൽ 80,000 പൗണ്ട്സ് ഇവന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്. ഇത് കേട്ട് ലേനാർഡ് ഞെട്ടുന്നു. കാരണം ഇങ്ങനെ ഒരു കാര്യം എമിലി ചെയ്തത് ഇവൻ അറിയില്ലായിരുന്നു. ഇവനോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടറിന് വേണമെങ്കിൽ കൊലപാതകത്തിന്റെ മോട്ടീവ് ഈ കാര്യമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നാൽ കേസ് ഇവനെതിരെ തിരിയുമെന്ന് വിൽഫ്രിഡ് മനസ്സിലാകുന്നു. അപ്പോഴേക്കും പോലീസ് അവിടെ ലേനാർഡിനെ അറസ്റ്റ് ചെയ്യാൻ എത്തുന്നു. ശേഷം അവർ അവനെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകുന്നു. ആ സമയം കാർട്ടർ വന്നിട്ട് വിൽഫ്രിഡിനോട്, സാറിന് ഉറങ്ങാൻ വേണ്ടി പ്ലിംസൾ വിളിക്കുന്നുണ്ട്, സാർ പോയില്ലെങ്കിൽ അവർ ഈ ജോലി റിസൈൻ ചെയ്തു പോകുമെന്നാ പറയുന്നേ എന്ന് പറയുന്നു. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ അവള് പോട്ടുപുല്ലി. എന്തായാലും 1 മാസത്തെ സാലറി കൊടുത്തുകൊണ്ട് അവളെ അങ്ങ് പറഞ്ഞയച്ചേ എന്ന് വിൽഫ്രിഡും. സാറിന് റെസ്റ്റ് എടുക്കാൻ ഭാവമില്ലെങ്കിൽ ഞാനും റിസൈൻ ചെയ്യുമെന്ന് കാർട്ടർ പറയുന്നു. ചേട്ടാ, ഇതെന്ത്? വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വിൽഫ്രിഡ് ഉറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. അന്നേരം ബ്രോഗൻ വിൽഫ്രിഡിനോട്, ഞാൻ എന്തായാലും ലേനാർഡിന്റെ ഭാര്യ ക്രിസ്റ്റീനോട് ലേനാർഡിനെ അറസ്റ്റ് ചെയ്തത് പറയാമെന്ന് പറയുന്നു.
കുറച്ച് മയത്തിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം കേട്ട് അതൊന്നും താങ്ങാൻ വയ്യാതെ അവൾ ബോധം കെട്ട് പോയാലോ എന്ന് വിൽഫ്രെഡ് പറയുമ്പോൾ, ഞാൻ അത്ര പെട്ടെന്ന് ബോധം കെടുന്ന ഒരാളല്ല എന്ന് പറഞ്ഞ് ക്രിസ്റ്റീൻ അവിടെ വരുന്നു. അപ്പൊ അവൾ ലേനാർഡിനെ അറസ്റ്റ് ചെയ്ത കാര്യം ഓൾറെഡി അറിഞ്ഞു. അല്ല, ഇനിയെന്താ നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് ക്രിസ്റ്റീൻ ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ ട്രയൽ ഉണ്ടാകും, ബ്രോഗൻ ലേനാർഡിന് വേണ്ടി വാദിക്കുമെന്ന് വിൽഫ്രെഡ് പറയുന്നു. അപ്പൊ നിങ്ങളല്ലേ അവന് വേണ്ടി വാദിക്കുന്നത്? ഇല്ല, ഞാനല്ല, എന്റെ ഹെൽത്ത് ശരിയല്ല, അതുകൊണ്ട് ഇത്തരം കേസ് ഏറ്റെടുക്കാനാകില്ല എന്ന് വിൽഫ്രെഡ് പറയുന്നു. അല്ല, സാധാരണ ആളുകൾ പറയുന്നത് നിങ്ങൾ ജയിക്കാൻ സാധ്യതയില്ലാത്ത കേസുകൾ ഏറ്റെടുക്കാറില്ല എന്നാണല്ലോ. അതിന്റെ അർത്ഥം ഈ കേസ് ജയിക്കില്ല എന്നാണോ എന്ന് ഒരർത്ഥം വെച്ച് പറഞ്ഞ് അവൾ ബ്രോഗന്റെ കൂടെ അങ്ങ് പോകുന്നു. ആ പറഞ്ഞത് ആശാൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ശേഷം വിൽഫ്രെഡ് പ്ലിംസലിന്റെ കൂടെ മുകളിലേക്ക് പോകുന്നു. പ്ലിംസൽ അപ്പോഴും നിർത്താതെ ഓരോന്നും പറഞ്ഞ് ശല്യമാക്കുന്നുണ്ട്. ഇങ്ങനെ, നിങ്ങൾ ഒട്ടും റെസ്റ്റ് എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറയുമെന്നൊക്കെ. വിൽഫ്രെഡിന്റെ മൈൻഡിനാണെങ്കിൽ ഇപ്പം കുറച്ചു മുമ്പ് ക്രിസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങളും ആ കേസ് എന്തായി എന്നുള്ള മൈൻഡിലായിരിക്കും. അതിന്റെ ഇടയിൽ പ്ലിംസൽ പറഞ്ഞതൊന്നും പുള്ളി കേട്ട ഭാവം പോലും നടിക്കില്ല. ഇവളിങ്ങനെ വാ മൂടാതെ സംസാരിച്ചിരിക്കുമ്പോൾ വിൽഫ്രെഡ് മെല്ലെ അവളെ കാണാതെ നേരെ ബ്രോഗന്റെ അടുത്തേക്ക് മുങ്ങുന്നു. ഇവിടെ ക്രിസ്റ്റീൻ ബ്രോഗനോട് എമിലിയെ കാണാൻ ലേനാർഡ് പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നു. എന്തായാലും നിങ്ങൾ അവന്റെ വൈഫ് ആയതുകൊണ്ട് തന്നെ കോർട്ട് നിങ്ങളുടെ ടെസ്റ്റിമോണി കാര്യമാക്കില്ല. അപ്പോഴാണ് ഇവൾ വേറൊരു കാര്യം പറയുന്നത്. ഈ ലേനാർഡിന് മുമ്പ് ഇവൾ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഉള്ളപ്പോഴാണ് ഇവൾ ലേനാർഡിന്റെ കൂടെ ഇറങ്ങി വന്നത്. എന്നാൽ അത് ലേനാർഡിന് അറിയില്ല. ഇവൾ ആ കാര്യം പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അവൾ പോയതിനു ശേഷം എന്തോ പന്തികേട് തോന്നിയ വിൽഫ്രെഡ് ബ്രോഗനോട് അവൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നേ എന്ന് പറയുന്നു. എന്തായാലും ഈ കേസ് ജയിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. പ്രോസിക്യൂട്ടറിന്റെ കയ്യിൽ ലേനാർഡിനെതിരെയായിട്ട് ശക്തമായ തെളിവുകളുണ്ട്. നമുക്ക് പിടിച്ചു നിൽക്കാൻ മാത്രമായിട്ട് എന്റെ കയ്യിൽ ഒരു തെളിവുകളും ഇല്ല എന്ന് ബ്രോഗൻ പറയുന്നു. അങ്ങനെ അവസാനം വിൽഫ്രെഡ് ഒരു ഡിസിഷൻ എടുക്കുന്നു. അതായത് ലേനാർഡിന്റെ കേസ് താൻ വാദിക്കുമെന്ന ഡിസിഷൻ. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ ലേനാർഡ് വിൽഫ്രെഡിനോട്, നിങ്ങളാണല്ലേ എന്റെ ഇപ്പോഴത്തെ ലോയർ, എന്റെ കേസ് എടുത്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് വിൽഫ്രെഡ് പറയുന്നത്, ഈ കേസ് കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം വിട്ട് ബെമ്മിയുടെയിലേക്ക് വെക്കേഷന് പോകാമെന്ന് ഡോക്ടർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ശേഷം അവർ ലേനാർഡിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അല്ല, ഇതിപ്പോ എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നേ എന്ന് ലേനാർഡ് ചോദിക്കുമ്പോൾ, അന്ന് എമിലി മരിച്ച ദിവസം രാത്രി നീ 9:30 വീട്ടിലെത്തി എന്നല്ലേ പറഞ്ഞത്? അന്ന് നിന്നെ ക്രിസ്റ്റീൻ അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടോ എന്നറിയാൻ വേണ്ടിയാണെന്ന് അവർ പറയുന്നു. അല്ല, അതെന്തിനാ? ക്രിസ്റ്റീൻ ഓൾറെഡി കണ്ടതാണല്ലോ, പിന്നെ വേറെ ആളുടെ ആവശ്യം എന്താ? അതുകൊണ്ട് അവൾ കോർട്ടിൽ വന്നിട്ട് മൊഴി തരുമെന്ന് ലേനാർഡ് പറയുന്നു. പക്ഷെ നിന്റെ ഭാര്യയുടെ മൊഴി കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. അതുകൊണ്ട് അവളെ എന്റെ വിറ്റ്നസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അല്ല, നിന്റെ കയ്യിൽ ഒരു മുറിവുണ്ടല്ലോ, അതെങ്ങനെയാ വന്നതെന്ന് വിൽഫ്രെഡ് ചോദിക്കുമ്പോൾ, അത് ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ പറ്റിയതാണെന്ന് ലേനാർഡ് പറയുന്നു. അപ്പോഴായിരിക്കും വിൽഫ്രെഡ് ക്രിസ്റ്റീനെ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നേ. അപ്പൊ ലേനാർഡ് ജർമ്മനിയിൽ സോൾജറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലേനാർഡ് ഒരു നൈറ്റ് ക്ലബിന് പോകുകയാണ്. അവിടെ വേറെയും ഒരുപാട് സോൾജേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്റ്റീൻ അവിടുത്തെ ബാറിലെ സിംഗർ ആയിരുന്നു. കൂടാതെ അവൾ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. ക്രിസ്റ്റീന്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ ലൈഫ് അത്രയും ദാരിദ്ര്യം പിടിച്ച ലൈഫായിരുന്നു. വാർ നടന്നിരുന്ന സമയത്ത് അവിടുത്തെ ആ സിറ്റിയും വീടുകളും എല്ലാം ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബേസ്മെന്റിലാണ് ഇവൾ താമസിക്കുന്നത്. ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇവിടെ വന്ന് സിംഗ് ചെയ്യലും പിന്നെ നാടകത്തിലൊക്കെ അഭിനയിക്കലുമാണ്. അപ്പൊ അവിടുന്ന് ഇവൾ അക്കോർഡിയൻ വെച്ച് പാട്ട് പാടുന്ന സമയത്ത് കുറച്ച് സോൾജേഴ്സ് കുടിച്ച് ബോധമില്ലാതെ അവളെ അങ്ങ് ശല്യം ചെയ്യുന്നു. ആ സമയത്ത് മിലിറ്ററി പോലീസ് വന്ന് എല്ലെണ്ണത്തിന് പിടിച്ച് പുറത്താക്കുകയാണ്. ആ ഒച്ചപ്പാടും ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ അക്കോർഡിയൻ പരതുന്ന സമയത്തായിരുന്നു ലേനാർഡ് അത് കണ്ടുപിടിച്ച് അവളുടെ കയ്യിൽ കൊടുക്കുന്നേ. ഇങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടത്. മേരീഡ് ആയിരുന്നു എന്ന് ലേനാർഡ് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് ഇവൾ പറഞ്ഞത്. ശേഷം അവൻ അവളെയും കൂട്ടിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോന്നു. അപ്പൊ അവൾ എന്തായാലും ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ മാക്സിമം ശ്രമിക്കുമെന്ന് ലേനാർഡ് പറയുന്നു. പക്ഷെ അവളെ എന്തായാലും നമ്മളുടെ സാക്ഷിയായി വെക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഒന്നാമത് അവൾ ജർമ്മനാണ്. നമ്മളുടെ ലാംഗ്വേജിലെ എല്ലാ വേർഡ്സിനെയും പറ്റി അവൾക്ക് കറക്റ്റ് ധാരണ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടർ ചിലപ്പോൾ അവളെ ചോദ്യം ചെയ്ത് കുഴപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ അവൾ ചോദിക്കുന്ന ചോദ്യത്തിന് തെറ്റുത്തരം പറയുമെന്ന് വിൽഫ്രെഡ് പറയുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നോക്ക്, ക്രിസ്റ്റീൻ ഇല്ലാതെ എനിക്ക് കേസിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അവളാണ് എനിക്ക് ആകെയുള്ള വഴി എന്ന് പറഞ്ഞ് ലേനാർഡ് ബഹളം വെക്കുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ട്രയൽ നടക്കുന്നതാണ് കാണിക്കുന്നത്. പ്രോസിക്യൂട്ടർ മിസ് എമിലിയെ ഒക്ടോബർ 14 ഏകദേശം രാത്രി 9:30ക്കും 10 മണിക്കും ഇടയിൽ എന്തോ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ട് തലക്കടിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ അതിന് വിറ്റ്നസ് ആണ്. എമിലിയുടെ വീട്ടിലെ വേലക്കാരി ജാനറ്റ്, മെഡിക്കൽ ആൻഡ് ലബോറട്ടറി എക്സ്പേർട്സ്, പോലീസുകാരെല്ലാം ഈ കാര്യം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം പ്രതിക്കെതിരെയാണെന്ന് പറയുന്നു. എന്നിട്ട് പ്രോസിക്യൂട്ടർ ചീഫ് ഇൻസ്പെക്ടറിനെ അവരുടെ വിറ്റ്നസ് ആയിട്ട് വിളിക്കുകയാണ്. എമിലിയുടെ ബോഡി ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ
മരണം സംഭവിച്ചിരിക്കുന്നത് ഏകദേശം 9:30-ക്കും 10 മണിക്കും ഇടയിലാണ്. ഇതറിഞ്ഞതിന് ശേഷം ഞങ്ങൾ എമിലിയുടെ വീട്ടിനകത്ത് കയറിയിട്ട് മുഴുവനും മരിച്ചു തൂക്കി. കൂടാതെ അവിടെ ഉണ്ടായ ഫിംഗർ പ്രിന്റ്സും ഞങ്ങൾ ചെക്ക് ചെയ്തു എന്ന് അയാൾ പറയുന്നു. ആരുടെയൊക്കെ ഫിംഗർ പ്രിന്റ്സ് ആണ് കിട്ടിയതെന്ന് പ്രോസിക്യൂട്ടർ ചോദിക്കുമ്പോൾ എമിലി, ജാനറ്റ്, ലേനാർഡ് 3 പേരുടെയുമാണെന്ന് ഇയാൾ പറയുന്നു. ആ വീട്ടിൽ നിന്ന് എന്തേലും മോഷണം പോയിട്ടുണ്ടോ എന്ന് പ്രോസിക്യൂട്ടർ ചോദിക്കുമ്പോൾ ഇല്ല, ബട്ട് ലേനാർഡിന്റെ ഷർട്ടിൽ നിന്ന് ഞങ്ങൾ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓ ഗ്രൂപ്പ് ആയിരുന്നു അത്. എമിലിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഇത് തന്നെയാണെന്ന് അയാൾ പറയുന്നു. ശേഷം വിൽഫ്രിഡ്, എമിലിയുടെയും ജാനറ്റിന്റെയും ലേനാർഡിന്റെയും ഫിംഗർ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്നല്ലേ പറഞ്ഞത്? മേ ബി അവിടെ വേറെ ആരെങ്കിലും മോഷണം നടത്താൻ വന്നിട്ടുണ്ടെങ്കിലോ? മോഷ്ടിക്കാൻ വന്നവൻ എന്തായാലും ഗ്ലൗസ് ധരിക്കാനും ചാൻസ് ഉണ്ടല്ലോ. അതിനർത്ഥം ആ വീട്ടിൽ ഇവർ 3 പേരെയും കൂടാതെ വേറെ ആരും കയറിയിട്ടില്ല എന്നല്ലല്ലോ. ചിലപ്പോൾ മോഷ്ടിക്കാൻ വന്നവൻ എമിലിയെ കണ്ട വെപ്രാളത്തിൽ കൊന്നതാണെങ്കിലോ? അതിനും സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു. ശേഷം നേരത്തെ ഇൻസ്പെക്ടർ ലേനാർഡിന്റെ ഷർട്ടിൽ നിന്ന് എമിലിയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതേ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ് ലേനാർഡിന്റെയും. ബ്ലഡ് മുറിക്കുന്ന സമയത്ത് ലേനാർഡിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബ്ലഡ് ലേനാർഡിന്റെ തന്നെയാണെന്ന് പറഞ്ഞ് അതിന് അനുകൂലമായ തെളിവുകൾ വിൽഫ്രിഡ് അവിടെ നിരത്തുന്നു. ശേഷം ജാനറ്റിനെ വിളിപ്പിച്ചിട്ട് പ്രോസിക്യൂട്ടർ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറയുകയാണ്. അപ്പൊ എമിലി മരിക്കുന്ന ദിവസം ജാനറ്റിന് ലീവായിരുന്നു. ഇവരുടെ നീസിനെ കാണാൻ വേണ്ടിയിട്ട് എമിലിയുടെ വീട്ടിൽ നിന്ന് രാത്രി 7:30-ക്ക് ഇറങ്ങി. പക്ഷേ നീസിന് കൊടുക്കാൻ വെച്ച ഡ്രസ് പാറ്റേൺ എടുക്കാൻ മറന്നിട്ട് തിരിച്ച് അത് എടുക്കാൻ വേണ്ടി വീണ്ടും എമിലിയുടെ വീട്ടിൽ പോയ ടൈം എമിലി ലേനാർഡിനോട് സംസാരിക്കുന്നത് ഇവർ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ജാനറ്റ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഡ്രസ് പാറ്റേൺ എടുത്ത് നേരെ നീസിനെ കാണാൻ വേണ്ടി പോയി. പിന്നീട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് എമിലി കൊല്ലപ്പെട്ടത് ജാനറ്റ് കാണുന്നത്. എമിലിക്ക് ലേനാർഡ് മാരീഡ് ആണെന്നുള്ള കാര്യം അറിയാമായിരുന്നോ എന്ന് പ്രോസിക്യൂട്ടർ ചോദിക്കുമ്പോൾ എമിലി കരുതിയത് അവൻ സിംഗിൾ ആണെന്നാണ്. മാത്രമല്ല എമിലിക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ജാനറ്റ് പറയുന്നു. എമിലി പിന്നീട് വിൽപത്രം മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ആദ്യം എഴുതിയ വിൽപത്രം മാറ്റി പിന്നീട് വേറെ ഒരെണ്ണം ഉണ്ടാക്കി, അതും ലേനാർഡിന്റെ പേരിൽ. ആ സമയത്തൊക്കെ ലേനാർഡ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ജാനറ്റ് പറയുന്നു. ആ വിൽപത്രം പ്രതിയുടെ പേരിൽ എഴുതുന്നതിന് മുമ്പ് ആദ്യം എമിലി ജാനറ്റിന്റെ പേരിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജാനറ്റിന് പ്രതിയെ ഇഷ്ടമല്ല എന്നുള്ള കാര്യമൊക്കെ വിൽഫ്രിഡ് അവിടെ പറയുന്നു. എനിക്ക് ഓൾറെഡി അവനെ ഇഷ്ടമല്ല എന്ന് ജാനറ്റും. അല്ല, നിങ്ങൾ അന്ന് രാത്രി പ്രതിയുടെ ശബ്ദം എമിലിയുടെ വീട്ടിൽ നിന്ന് കേട്ടു എന്നല്ലേ പറഞ്ഞത്? ചിലപ്പോൾ അത് ടിവിയിൽ നിന്നോ മറ്റോ വന്ന ശബ്ദമാണെങ്കിലോ എന്ന് വിൽഫ്രിഡ് പറയുമ്പോൾ ആ വീട്ടിലെ TV കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ അത് റിപ്പയറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ജാനറ്റ് മറുപടി പറയുന്നു. ശേഷം പ്രോസിക്യൂട്ടർ അവരുടെ അവസാനത്തെ വിറ്റ്നസ് ആയ ക്രിസ്റ്റീനെ വിളിച്ചിട്ട് ലേനാർഡ് ആണോ നിങ്ങളുടെ ശരിക്കുമുള്ള ഹസ്ബൻഡ് എന്നൊക്കെ ചോദിക്കുന്നു. അല്ല എന്ന് ഇവൾ പറയുന്നു. ക്രിസ്റ്റീൻ മുമ്പ് ജർമ്മനിയിൽ നിന്ന് ഓട്ടോലോഡ് ഹെഗ് ഹെം എന്ന വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളെല്ലാം പ്രോസിക്യൂട്ടർ നിരത്തുന്നു. ഇതൊക്കെ കണ്ട് ലേനാർഡ് ഞെട്ടുന്നു. ഇവൻ അറിയില്ല ഈ കാര്യങ്ങളൊന്നും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് എമിലി മരിച്ച ദിവസം പ്രതി വീട്ടിലെത്തിയത് 9:30-ക്കാണെന്നാണെന്നല്ലേ? അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും അല്ല അത് സത്യമല്ല, ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു ലേനാർഡ് എത്തുമ്പോൾ എന്ന് ഇവള് പറയുന്നു. അത് കേട്ട് ഷോക്കിൽ ലേനാർഡ്, ക്രിസ്റ്റീൻ നീ എന്തിനീ കള്ളം വിളിച്ചു പറയുന്നേ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്നു. ലേനാർഡ് വീട്ടിൽ വന്നത് തന്നെ വളരെ പേടിച്ചുകൊണ്ടായിരുന്നു. കൂടാതെ അവന്റെ ഡ്രസ്സിൽ മുഴുവനും രക്തമായിരുന്നു. അത് കണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ച സമയത്ത് ഞാൻ എമിലിയെ കൊന്നു എന്നാണ് ലേനാർഡ് പറഞ്ഞത് എന്നൊക്കെ ഇവൾ പറയുന്നു. ഇതൊക്കെ കേട്ട് ലേനാർഡിന് വല്ലാതെയാകുന്നു. സ്വന്തം ഭാര്യ കോടതിയിൽ വെച്ച് താനല്ല അവളുടെ ഹസ്ബൻഡ് എന്നും പറഞ്ഞു, കൂടാതെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവസാനം ചവിട്ടി വാരി തേച്ചു. അത് കേട്ട് പ്രോസിക്യൂട്ടർ, അല്ല നിങ്ങൾ ആദ്യം പോലീസിനോട് പറഞ്ഞത് ലേനാർഡ് 9:30-ക്ക് വീട്ടിലെത്തി എന്നാണല്ലോ, ഇപ്പൊ പിന്നെ എന്തേ മാറ്റി പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ അതാദ്യം എന്നോട് അങ്ങനെ കള്ളം പറയാനായിരുന്നു ലേനാർഡ് പറഞ്ഞത്. പക്ഷേ പിന്നീട് എനിക്കെന്തോ അതത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ലേനാർഡിനെ ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരേ ഒരു കാര്യത്തിൽ എനിക്ക് അവനോട് നന്ദിയുണ്ട്. ജർമ്മനിയിൽ ഞാൻ അത്രയ്ക്ക് മോശം സാഹചര്യത്തിൽ കഴിയുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് രക്ഷിച്ചു, അത്രമാത്രം. പക്ഷേ ആ പാവ സ്ത്രീയായ എമിലിയെ കൊന്നിട്ട് എന്നെയും അതിന്റെ ഭാഗമാക്കാൻ നോക്കി എന്നൊക്കെ ഇവള് തുറന്നു പറയുന്നു. ഇവളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് ലേനാർഡിന്റെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊക്കെ ഒലിച്ചു പോകുന്നത് പോലെ തോന്നുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്റെ പിറകെ നിന്ന് ഇവൾ കുത്തുമെന്ന് ഇവ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ശേഷം വിൽഫ്രിഡ് ക്രിസ്റ്റിയോട്, നീ ലേനാർഡിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു എന്നുള്ളത് മറച്ചു വെച്ചില്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. ആ അതെ, എനിക്ക് ജർമ്മനിയിൽ നിന്ന് എങ്ങനെയും ഒന്ന് മാറിയാൽ മാത്രം മതിയായിരുന്നു. അപ്പൊ അതിനുള്ള അവസരം കിട്ടിയപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചു, അത്ര തന്നെ. കൂടാതെ നീ പോലീസുകാരോട് ലേനാർഡ് രാത്രി 9:30-ക്കാണ് വീട്ടിലെത്തിയതെന്നും കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ലേനാർഡിനെതിരെ ഇപ്പൊ പറഞ്ഞതും കള്ളമായിരിക്കില്ലേ?
അതുകൊണ്ട് നിന്റെ മൊഴി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാനാകില്ല. എന്നാൽ ക്രിസ്റ്റീൻ പിന്നെയും താൻ പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിയിൽ പറയുന്നു. ശേഷം വിൽഫ്രിഡ് ലേനാർഡിനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് അവനോട് നീ എമിലിയെ കൊന്നു എന്ന് മാത്രം ചോദിക്കുന്നു. ഇല്ല എന്ന് അവൻ ഉത്തരം കൊടുക്കുന്നു. എന്റെ ക്ലയന്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നത് കൊണ്ട് തന്നെ അവൻ ഓൾറെഡി സ്ട്രെസ്സിലാണുള്ളത്. അതുകൊണ്ട് ഞാൻ അധികം ചോദിക്കുന്നില്ല. ഇനി ബാക്കി എന്താ വെച്ചാൽ പ്രോസിക്യൂട്ടർ ചോദിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ പ്രോസിക്യൂട്ടർ അവനോട് നീ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ ഭയങ്കര ലാവിഷായിട്ട് ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് കേട്ടല്ലോ. അതിന് മാത്രം നിന്റെ കയ്യിൽ എവിടുന്നാ ഇത്ര പൈസ എന്ന് ചോദിക്കുമ്പോൾ, ഒരിക്കൽ ഞാൻ പബ്ബിൽ പോയ സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പരിചയപ്പെട്ടു. അങ്ങനെ സംസാരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ അവിടെ പുറത്ത് ട്രാവൽ പോസ്റ്റേഴ്സ് കണ്ടു. സോ ഞങ്ങൾ ട്രാവൽ ഓഫീസിൽ പോയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോളിഡേ പ്ലാൻസിനെ പറ്റിയൊക്കെ ചോദിച്ചു. അത്ര മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് ലേനോട് പറയുന്നു. എമിലിയുടെ പൈസ കൈക്കലാക്കാൻ നീ തന്നെയാണ് അവരെ കൊന്നത്. തെളിവുകളെല്ലാം നിനക്കെതിരെ തന്നെയാണ്. നിന്റെ ഭാര്യ പോലും നിനക്കെതിരെയാണ് സാക്ഷി പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം കേട്ട ലേനാർഡ് ഹൃദയം പൊട്ടി എല്ലാം കൈവിട്ടു പോയി എന്ന രീതിയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് കേണ് പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ വിൽഫ്രിഡ് ബ്രോഗനോട് എനിക്ക് കേസ് കഴിഞ്ഞാൽ ബെമ്യൂഡയിലേക്ക് പോകേണ്ടതാണ്, ട്രയലാണെങ്കിൽ ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് ലേനാർഡ് തന്നെയാണ് കൊലയാളി എന്നായിരിക്കും ബ്രോഗൻ പറയുന്നത്. അങ്ങനെയാകാൻ വഴിയില്ല. അവൾ ആ ക്രിസ്റ്റീൻ അവൾ കള്ളം പറഞ്ഞതാണ്. പക്ഷേ അവൾ എന്തിന് കള്ളം പറഞ്ഞു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് വിൽഫ്രിഡും. കാർട്ടർ അപ്പോൾ വിൽഫ്രിഡിനോട് നിങ്ങളുടെ ഹാർട്ട് വീക്കാണ്, അതുകൊണ്ട് കേസിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹെൽത്തിന് മോശമാണെന്ന് പറയുന്നു. പക്ഷെ എനിക്കിപ്പോൾ എന്റെ ഹെൽത്തിനെക്കാളും എന്റെ ക്ലയന്റ് ആണ് ഇമ്പോർട്ടന്റ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, ലേനാർഡിനെ ഞാൻ പുറത്തിറക്കും. അപ്പോഴേക്കും അവിടെ ഒരു കോൾ വരുന്നു. അതൊരു സ്ത്രീ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അവർ വിൽഫ്രിഡിനോട് ലേനാർഡിന്റെ ആ ജർമ്മൻ വൈഫില്ലേ ക്രിസ്റ്റീൻ, അവളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ക്രിസ്റ്റീനെതിരെയുള്ള കുറച്ച് തെളിവുകൾ എന്റെ പക്കലുണ്ട്. എന്നിട്ട് ആ സ്ത്രീയുള്ള ലൊക്കേഷനും പറഞ്ഞു കൊടുത്ത് വരുമ്പോഴേ പൈസ കൊണ്ടുവരാൻ മറക്കേണ്ട എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ വിൽഫ്രിഡ് മേഹ്യൂമിനെയും കൂട്ടിയിട്ട് ആ സ്ത്രീയെ കാണാൻ പോകുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ക്രിസ്റ്റീനെ പറ്റി ഞങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. എന്റെ കയ്യിൽ ക്രിസ്റ്റീൻ എഴുതിയ കുറച്ച് കത്തുകളുണ്ട്, പക്ഷെ അത് കാണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എനിക്ക് പൈസ തരേണ്ടി വരുമെന്ന് ആ സ്ത്രീ പറയുന്നു. അങ്ങനെ വിൽഫ്രിഡ് അവർക്ക് $40 കൈമാറുന്നു. തുടർന്ന് ആ കത്ത് വിൽഫ്രിഡിന് അവർ കൊടുക്കുന്നു. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ലേനാർഡ് ഉള്ള സമയത്ത് തന്നെ ക്രിസ്റ്റീന് ഈ സ്ത്രീയുടെ ലവറായ മാത്സുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇവർ അറിയാതെ മാത്സ് ക്രിസ്റ്റീനെ കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇവൾ ഈ കാര്യം കൈയോടെ പിടിച്ചപ്പോൾ മാത്സ് ഇവളുടെ മോന്തക്ക് നോക്കി ഒന്ന് പൊട്ടിച്ച പാടും ഇവൾ വിൽഫ്രിഡിന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ക്രിസ്റ്റീൻ മാത്സിന് അയച്ച കത്തുകളായിരിക്കും അത്. മാത്സ് അകലാൻ കാരണം ക്രിസ്റ്റീൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ക്രിസ്റ്റീനോട് നല്ല ദേഷ്യമുണ്ട്. ഇവർ ക്രിസ്റ്റീനിട്ട് പണി കൊടുക്കാൻ ഒരവസരം നോക്കി കാത്തിരിക്കുകയായിരുന്നു. ശേഷം കേസിൽ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ വിൽഫ്രിഡ് ആ സ്ത്രീക്ക് കുറച്ചും കൂടി പണം കൊടുക്കുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ കോടതിക്ക് മുമ്പിൽ വിൽഫ്രിഡ് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ലെറ്റേഴ്സ് എല്ലാം കാണിക്കുന്നു. അങ്ങനെ വിൽഫ്രിഡ് ക്രിസ്റ്റീനെ വിളിച്ചിട്ട് മാത്സ് എന്ന് പറയുന്ന ആരെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നു. ഒന്നും നോക്കാതെ അവൾ ഇല്ല എന്ന് കള്ളം പറയുന്നു. ഇവൾ എന്തായാലും വഴിക്ക് വരില്ല എന്ന് മനസ്സിലാക്കിയ വിൽഫ്രിഡ് നീ ഒക്ടോബർ 23 മാത്സിന് കത്തുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ആ കത്തുകളൊക്കെ എടുത്ത് അവളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കണ്ട് ക്രിസ്റ്റീൻ ഇല്ലില്ല ഇത് ഞാനൊന്നും എഴുതിയതല്ല, ഞാൻ ലെറ്റർ അയക്കുന്നത് ബ്ലൂ കളർ പേപ്പറിലാണെന്ന് പറഞ്ഞ് ഇവൾ ബഹളം വെക്കലും വിൽഫ്രിഡ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ക്രിസ്റ്റീൻ അയച്ച ബ്ലൂ കളർ പേപ്പറിൽ എഴുതിയ ലെറ്റേഴ്സും കോടതിയിൽ കാണിക്കുന്നു. പെട്ടു എന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റീൻ വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കിടന്ന് അങ്ങ് ഒച്ചയെടുക്കാൻ തുടങ്ങുന്നു. തുടർന്ന് വിൽഫ്രിഡ് ആ ലെറ്റർ വായിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇവൾ എന്താ മാത്സിനോട് എഴുതിയതെന്ന് വെച്ചാൽ ലേനാർഡ് എമിലിയെ കൊന്ന കേസിൽ പ്രതിയായിട്ടാണുള്ളത്. അവനെ പുറത്തിറക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ സാധിക്കും. കാരണം അവൻ 9:30 വീട്ടിലെത്തിയതെന്ന് പറഞ്ഞാൽ അവിടെ അവൻ നിരപരാധിയാകും. പക്ഷെ ഞാൻ അതൊരിക്കലും ചെയ്യില്ല. കാരണം ലേനാർഡ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയായിരിക്കും അതിൽ. അതൊക്കെ കേട്ട് ഇവിടെ ലേനാർഡ് തകർന്ന് തരിപ്പണമാകുകയാണ്. തന്റെ ഭാര്യ തന്നെ പിറകെ നിന്ന് കുത്തി എന്നുള്ള സത്യം പകൽ വെളിച്ച പോലെ മനസ്സിലായിട്ടും ലേനാർഡ് ക്രിസ്റ്റീനോട് ക്രിസ്റ്റീൻ നീയല്ല ആ ലെറ്റർ എഴുതിയതെന്ന് പറ എന്ന് പറയുന്നു. എന്നാൽ ക്രിസ്റ്റീൻ അവസാനം താൻ തന്നെയാണ് ആ ലെറ്റർ എഴുതിയതെന്ന് സമ്മതിക്കുന്നു. ഇവൾ കോടതിയുടെ മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്നുള്ള പ്രതിജ്ഞ ചെയ്തിട്ടും പിന്നെയും കള്ളം പറഞ്ഞതിൽ കോടതി ഇവക്ക് ശിക്ഷ വിധിക്കുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കോർട്ട് ലേനാർഡ് നിരപരാധിയാണെന്നുള്ള കൺക്ലൂഷനിൽ എത്തുന്നു. ലേനാർഡിന് വളരെ സന്തോഷമാകുന്നുണ്ട്. കാരണം ഇത്ര നേരം അവൻ അതിന്റെ അകത്ത് നിന്ന് ചക്രശ്വാസം വലിക്കുകയായിരുന്നു. അങ്ങനെ അവൻ വിൽഫ്രിഡിനോട് നന്ദിയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇവിടെ കോടതിയിൽ കള്ളം പറഞ്ഞിട്ട് ഒരാളെ കൊടുക്കാൻ നോക്കിയതിന്റെ പേരിൽ ക്രിസ്റ്റീനെ നാട്ടുകാരെല്ലാം അവിടുന്ന് എടുത്തിട്ട് പെരുമാറാൻ നോക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരു പോലീസ് ഓഫീസർ അവളെ എങ്ങനെയോ ഒരു വിധം അവർക്കിടയിൽ നിന്ന് പിടിച്ചു വലിച്ച് കോർട്ട് റൂമിലാക്കിയിട്ട് നീ കുറച്ചു കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി,
അല്ലെങ്കിൽ പിന്നെ നിന്നെ അവർ ബാക്കി വെക്കില്ല എന്ന് പറയുന്നു. പിന്നീട് വിൽഫ്രിഡും ക്രിസ്റ്റീനുമായിരിക്കും ആ കോർട്ട് റൂമിൽ ഉണ്ടാവുക. നീ കള്ളം പറഞ്ഞത് കൊണ്ട് തന്നെ നീ ജയിലിൽ പോകുമെന്ന് വിൽഫ്രിഡ് അവളോട് പറയുന്നു. എനിക്കറിയാം നിങ്ങളും എല്ലാരെയും പോലെ എന്നെ വെറുക്കുന്നുണ്ടെന്ന്. ലേനാർഡിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ കള്ളത്തരം പിടിച്ചു. പക്ഷേ നിങ്ങൾ സത്യത്തിൽ കരുതുന്നുണ്ടോ നിങ്ങൾ മാത്രം കാരണത്താലാണ് ഈ കേസ് ജയിച്ചതെന്ന് പറഞ്ഞ് ഇവൾ അവിടെ ഒരു ബോംബ് പൊട്ടിക്കുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ്. സത്യത്തിൽ ലേനാർഡ് തന്നെയാണ് എമിലിയെ കൊന്നത്. ഇതൊക്കെ ആക്ച്വലി ക്രിസ്റ്റീന്റെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു, ലേനാർഡിനെ പുറത്തിറക്കാൻ വേണ്ടി. ബ്രോഗൻ നേരത്തെ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവൾ ലേനാർഡിനെ സ്നേഹിക്കുന്ന ലേനാർഡിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ കോർട്ടിൽ ടെസ്റ്റിമോണി കൊടുത്താൽ അതൊരു സ്ട്രോങ് എവിഡൻസ് ആകില്ല എന്നും കോടതി അത് വിശ്വസിക്കില്ല എന്നും. ഇവൾ നേരെ ജൂറിയുടെ മുമ്പിൽ പോയി ലേനാർഡല്ല കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവൾ തന്നെ ഇവളുടെ ഹസ്ബൻഡിനെ സേവ് ചെയ്യാൻ കള്ളം പറയുന്നതാണെന്നേ ജൂറി വിശ്വസിക്കുക. സോ അവൾ പേർപ്പസ്ഫുള്ളി അവൾക്ക് ലേനാർഡിനെ ഇഷ്ടമല്ല എന്ന രീതിയിൽ ആക്ട് ചെയ്ത് കോർട്ടിൽ ലേനാർഡിനെതിരെ ടെസ്റ്റിമോണി കൊടുത്തു. സോ കോർട്ടും ലേനാർഡ് നിരപരാധിയല്ല എന്നുള്ള രീതിയിൽ എത്തും. നേരത്തെ വിൽഫ്രിഡിന് ലെറ്റർ കൊടുത്ത ആ സ്ത്രീ വേറെ ആരുമല്ല, അതും ഇവള് തന്നെയാണ്. വിൽഫ്രിഡ് ആ ലെറ്റർ കോർട്ടിൽ പ്രസന്റ് ചെയ്തപ്പോൾ ജൂറിക്ക് മനസ്സിലായി ക്രിസ്റ്റീന്റെ മൊഴി ഫേക്ക് ആണെന്നും ഇവൾ അൺറിലയബിൾ ആണെന്നും. അതുകൊണ്ട് ജൂറി ലേനാർഡ് ഇന്നസെന്റ് ആണെന്നുള്ള രീതിയിലെത്തി. ഇതായിരുന്നു ക്രിസ്റ്റീനും വേണ്ടിയിരുന്നത്. ഫൈനലി എല്ലാം അവൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നു. ഈ കാര്യങ്ങളൊക്കെ ഇവൾ ഇവിടെ വെച്ച് തന്നെ വിൽഫ്രിഡിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട വിൽഫ്രിഡിന്റെ അവസ്ഥ പറയണ്ടല്ലോ. ഒരു ക്രിമിനലിനെയാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് പുറത്തിറക്കിയത്. അപ്പോഴേക്കും ലേനാർഡ് അവിടെ വരുന്നു. എന്നിട്ട് എനിക്കറിയാമായിരുന്നു എന്നെ പുറത്തിറക്കാൻ വേണ്ടി ഇവൾ എന്തേലും ഒക്കെ ചെയ്യുമെന്ന്, പക്ഷെ അത് ഇങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയുന്നു. അന്നേരം വിൽഫ്രിഡ് അവനോട്, നീ ഇപ്പൊ രക്ഷപ്പെട്ടു, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നീ ഇപ്പൊ ചെയ്തതിന്റെ ഒക്കെ ശിക്ഷ നീ അനുഭവിക്കുമെന്ന് പറയുന്നു. എന്നാൽ ലേനാർഡ് ആ പറഞ്ഞതൊന്നും വകവെക്കില്ല. ആ സമയത്ത് പ്ലിംസൾ അങ്ങോട്ട് വന്നിട്ട് വിൽഫ്രിഡിനോട് ബെമിയുഡയിലേക്ക് പോകാൻ വേണ്ടി ലഗേജ് എല്ലാം റെഡിയാക്കി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, വേഗം വാ എന്ന് പറയുന്നു. അപ്പൊ പ്ലിംസളിന്റെ പിറകിൽ ഒരു പെണ്ണും കൂടെയുണ്ട്. അവളൊന്നും നോക്കില്ല, അവൾ നേരെ ഓടിപ്പോയി ലേനാർഡിനെ കെട്ടിപ്പിടിക്കുന്നു. ചുമ്മാ കെട്ടിപ്പിടിക്കുക മാത്രമല്ല അവനെ കിസ്സും ചെയ്യുന്നുണ്ട്. ഇവളാണ് ഡയാന, ലേനാർഡിന്റെ ഇപ്പോഴത്തെ കാമുകി. ഇതൊക്കെ കേട്ട് ക്രിസ്റ്റീന്റെ അവസ്ഥ, അവൾ ആകെ അന്താളിച്ചു പോവുകയാണ്. ഇവൾ ഒരുവിധം കഷ്ടപ്പെട്ട് ഇവനെയും ജയിലിൽ നിന്ന് പുറത്തിറക്കി. എന്നിട്ട് ഇവന് വേണ്ടി കള്ളം പറഞ്ഞ് ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. പക്ഷെ അവസാനമോ ഇവന് വേറെ പെണ്ണുമായിട്ട് ബന്ധവും. ലേനാർഡ്, ആരാ ഇത്? അന്നേരം ഡയാന, ഹലോ ഞാനാണ് ഡയാന, ലേനാർഡിന്റെ കാമുകി. ഞങ്ങൾ 4 മാസമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് പറയുന്നു. അത് കേട്ട് ക്രിസ്റ്റീന് മോന്തൊക്കെ നോക്കി ഒരു അടി കിട്ടിയതുപോലെ ആവുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ഇവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ലേനാർഡ് ഡയാനയോട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ക്രിസ്റ്റീൻ അവനോട്, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് നിന്നെ പുറത്തിറക്കി, അങ്ങനെ നീ പോകണ്ട എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അത് കേട്ട് ജർമ്മനിയിലെ ആ മോശം അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു, പകരം നീ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീയും എന്നെ രക്ഷിച്ചു, അത്രമാത്രം, ഇപ്പൊ നമ്മൾ ഈക്വലായില്ലേ എന്ന് പറഞ്ഞ് ഡയാനയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്നു. ഇവിടെ ക്രിസ്റ്റീന് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവളുടെ കൺട്രോൾ ആകെ പോയിട്ടിരിക്കുകയാണ്. ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് ലേനാർഡിനെ കുത്തി അങ്ങ് കൊല്ലുന്നു. അതൊക്കെ കണ്ട് ഇവിടെ നമ്മളുടെ സാർ ഭയങ്കര ഹാപ്പി ആകുന്നുണ്ട്. കുറച്ചു മുമ്പ് വിൽഫ്രിഡ് പറഞ്ഞതാണല്ലോ ലേനാർഡിനോട്, നീ ചെയ്തതിന്റെ ഒക്കെ ശിക്ഷ നിനക്ക് കിട്ടുമെന്ന്. അതിപ്പോ പറഞ്ഞതുപോലെ നടന്നു. ഇനിയിപ്പോ എന്തായാലും ക്രിസ്റ്റീനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് കണക്കിലെടുത്ത് വിൽഫ്രിഡ് അവക്ക് വേണ്ടി അവളുടെ കേസ് വാദിക്കാം എന്ന തീരുമാനത്തിലെത്തുന്നു. ആദ്യമായിട്ട് പ്ലിംസളും വിൽഫ്രിഡിന്റെ തീരുമാനത്തോട് അങ്ങ് യോജിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള തട്ടിയും മുട്ടിയുമുള്ള പ്രശ്നം തീരുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു മൂവിയായിട്ട് വരാം.